ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പുതിയ വാർത്ത റഡാർ പരിശോധന തുടരുമെന്നുള്ളതാണ്. മുഖ്യമന്ത്രി അത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. അവിടെ ജീവന്റെ തുടിപ്പുണ്ട് എന്നത് എല്ലാവർക്കും പ്രതീക്ഷ നൽകിയ ഒരു വാർത്തയായിരുന്നു. അവിടെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നു, റഡാർ പരിശോധന തുടരണമെന്ന നിർദ്ദേശം മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. അവിടെ ജീവന്റെ തുടിപ്പുണ്ടെങ്കിൽ അത് ആരുടേതാണെന്ന് കണ്ടെത്തണം എന്ന നിർദ്ദേശം ഭരണകൂടം നൽകിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അത് കൃത്യമായ ഇടപെടലാണ്, വളരെ പ്രതീക്ഷ നൽകുന്ന ഇടപെടലാണ്, ദുരന്തമുഖത്ത് എല്ലാവർക്കും പ്രതീക്ഷയാകുന്ന ഇടപെടലാണ്. റഡാർ ദൗത്യം തുടരണം എന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്ന ഏറ്റവും പ്രതീക്ഷ നൽകുന്ന വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. അവിടെ ദൗത്യം അവസാനിപ്പിച്ചത് എല്ലാവർക്കും ഒരു വിഷമം നമുക്ക് അറിയാം. എല്ലാവർക്കും അവിടെ എന്താണ്, ആരുടെ ജീവനാണ് ബാക്കി എന്നത് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ദൗത്യം അവസാനിപ്പിച്ചു എന്നത് എല്ലാവരുടെയും പ്രതീക്ഷ കെടുത്തുന്നതായിരുന്നു. അവിടെയാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം വരുന്നത്. റഡാർ പരിശോധന തുടരണം, ദൗത്യം അവിടെ തുടരും എന്ന പ്രതീക്ഷ അവിടെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, ദൗത്യം തുടരണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നു, അത്തരം നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്ന ഏറ്റവും പ്രതീക്ഷ നൽകുന്ന വാർത്ത വരുന്നു. എന്താണ് ദുരന്തമുഖത്ത് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം? തീർച്ചയായും ഈ റഡാറിൽ പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥർക്ക് തന്നെയാണ് വീണ്ടും ആ സ്ഥലത്ത് റഡാറിൽ പരിശോധന നടത്തുന്നതിനും ഒപ്പം ഇപ്പോൾ നടത്തുന്ന സെർച്ച് ഓപ്പറേഷൻസ് തുടരാനും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച നിർദ്ദേശം ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നും ഈ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുന്നു. ഈ നിർദ്ദേശം NDRF-നും ആർമി അടക്കമുള്ള ആളുകൾക്കും ലഭിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സന്നദ്ധ പ്രവർത്തകരടക്കം ഈ സ്ഥലത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. അവർ പൂർണ്ണമായും മടങ്ങിയിട്ടുമില്ല. അതുകൊണ്ട് ആ ഭാഗം, ആ കലിങ്കിന്റെ ഭാഗം പൂർണ്ണമായും ഡിമോളിഷ് ചെയ്ത്, അതായത് തകർത്തുകൊണ്ട് അതിന് ആ ഭാഗം പരിശോധിക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതിനിടയിൽ ഒരു തവളയായാലും എലിയായാലും പൂച്ചയായാലും മനുഷ്യനായാലും എല്ലാ ജീവനും ഒരേ വില നൽകുന്നു എന്ന സന്ദേശം തന്നെയാണ് ഈ ദുരന്ത ഭൂമിയിൽ നിന്നും നമുക്കിപ്പോൾ നൽകാനുള്ളത്. അതുകൊണ്ട് ഇന്നത്തെ രക്ഷാപ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നില്ല. ഈ ഭാഗത്തെ മുണ്ടക്കൈ ഭാഗത്തെ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ഈ ജീവന്റെ തുടിപ്പ് കണ്ട ഇടത്തെ പരിശോധന തുടരുകയാണ്. 95% റഡാർ സിഗ്നൽ ഇവിടുന്ന് ലഭിച്ചിരുന്നു. ഏതാണ്ട് 9.5 മീറ്റർ ഡെപ്ത് എന്ന് ആണ് അവർ നേരത്തെ പറഞ്ഞിരുന്നത്. ആ ഭാഗം ആദ്യം കുഴിച്ച് പരിശോധിച്ചു. പിന്നീട് തൊട്ട് താഴെ ഭാഗത്തെ കലുങ്കിന് അടിഭാഗം വൃത്തിയാക്കി പരിശോധിച്ചു. ഇനിയിപ്പോൾ ആ കലുങ്കിരിക്കുന്ന ഭാഗം തന്നെ തകർത്തുള്ള പരിശോധനകൾ നടത്തുന്നതിനാണ് അധികൃതർ ഒരുങ്ങുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. റഡാർ പരിശോധന വീണ്ടും ഒരുപക്ഷെ ആ സ്ഥലത്ത് നടത്തിയിരിക്കുന്ന അതിന് ശേഷമാവും ഈ കലുങ്ക് പൊളിക്കുന്നതിനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുക. എന്തായാലും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ഇക്കാര്യത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എന്ത് ജീവനായാലും അവിടെ ഒരു ജീവന്റെ തുടിപ്പ് കണ്ട സാഹചര്യത്തിൽ അതെന്താണ് എന്ന് കണ്ടെത്തുക എന്ന ഒരു തീരുമാനത്തിലേക്ക് തന്നെ, അത് അവഗണിച്ച് മുന്നോട്ട് പോകേണ്ടതില്ല. എന്തെങ്കിലും ജീവികളാണെങ്കിലും മനുഷ്യനാണെങ്കിലും അത്തരത്തിലൊരു സംശയത്തിന്റെ മുന അവശേഷിപ്പിക്കേണ്ടതില്ല എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും തികച്ചും മാതൃകാപരമായ ഉദാത്തമായ ഒരു സമീപനം തന്നെ ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. ആ തരത്തിൽ പുനരാരംഭിക്കാൻ ഒരുങ്ങുന്ന സജ്ജീകരണങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. തീർച്ചയായും ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു ഭരണകൂടം എങ്ങനെ അവിടുത്തെ മനുഷ്യരെ, ജീവനെ ചേർത്ത് പിടിക്കുന്നു എന്നത് ലോകം തന്നെ കണ്ടു പഠിക്കണം. അവിടെ എന്താണ്, മനുഷ്യനാണോ മൃഗമാണോ ഏതെങ്കിലും ഉഭയജീവി എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ അതാണോ, അതെന്താണ് എന്ന തീർപ്പ് വരുത്താൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഭരണകൂടം. എങ്ങനെ ഒരു ഭരണകൂടം ഇടപെടണം എന്നതിന്റെ മാതൃകയായി മാറുകയാണ് കേരളം. പല ദുരന്തമുഖങ്ങളിലും ഈ സമീപനം സ്വീകരിച്ചിട്ടുള്ളതാണ്. പ്രളയകാലത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ ഇടപെടൽ. അതിന്റെ ആവർത്തനമാണ് നമ്മൾ ഇവിടെയും വയനാട്ടിലെ ഈ മഹാദുരന്തത്തിനിടയിലും കാണുന്നത്. ശിരൂരിൽ ഇല്ലാതെ പോയത് ഇതാണ്. അർജുന്റെ ജീവൻ അവിടെ അവശേഷിപ്പിച്ച് ദൗത്യസംഘം മടങ്ങിയപ്പോൾ കേരളത്തിലെ ഓരോ ജനങ്ങളും കണ്ണീരണിഞ്ഞു. അവർ ആശിച്ചു ആ ദൗത്യം അവിടെ തുടരണമേ എന്ന്. പക്ഷേ അത് നടന്നില്ല. അവിടെ അങ്ങനെ ഒരു ഭരണകൂടത്തിന്റെ ഇടപെടലിന്റെ അഭാവം എല്ലാവരും ചൂണ്ടിക്കാട്ടി. അവിടെയാണ് കേരളം മാതൃക സൃഷ്ടിക്കുന്നത്. അവിടെ ജീവന്റെ തുടിപ്പ് ആരുടേതെന്ന് കണ്ടെത്തണം. അതൊരു ജീവിയാണെങ്കിലും ഒരു മൃഗമാണെങ്കിലും അത് കണ്ടെത്തിയിട്ട് ദൗത്യം അവസാനിപ്പിച്ചാൽ മതി എന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നു ഭരണകൂടം. ആ കലുങ്ക് പൊളിച്ച് തന്നെ അവിടെ എന്താണ് എന്ന പരിശോധന തുടരാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. റഡാർ പരിശോധന തുടരും. ആ ജീവന്റെ തുടിപ്പ് അത് ഏതിൻ്റെതാണെങ്കിലും അത് കണ്ടെത്തും. മനുഷ്യന്റേതല്ല എങ്കിൽ അത് ഉറപ്പുവരുത്തും.
ഒരു മലയാളിക്കും അവിടെ പരിശോധന നടന്നില്ലല്ലോ എന്ന ആശങ്കയോ പരിഭവമോ ഉണ്ടാകില്ല. ആ ഇടപെടൽ നമ്മുടെ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. വയനാട്ടിലെ ദുരന്തം കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായിരുന്നു. രാജ്യത്തെ തന്നെ വലിയ ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു. പക്ഷെ അവിടെ പകച്ചു നിന്നില്ല. നമ്മൾ അതിജീവനത്തിന്റെ മാർഗം തുടരുകയാണ്. ഒരു ദുരന്തമുഖത്ത് എങ്ങനെ ഒരു ഭരണകൂടം ഇടപെടണം എന്നതിന്റെ ലോക മാതൃകയായി കേരളം മാറുകയായിരുന്നു. അവിടെ വീണ്ടും ഒരു മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ്. ജീവന്റെ തുടിപ്പുള്ളിടത്ത് 6 മണിക്ക് ശേഷം പരിശോധന നിർത്തിവെച്ച് മടങ്ങുകയല്ല വേണ്ടത്, അതെന്താണ് എന്ന് കണ്ടെത്തുകയാണ് വേണ്ടതെന്ന് ഒരു ഭരണകൂടം നിർദ്ദേശിച്ചിരിക്കുന്നു. അവിടെ ആ കലുങ്ക് പൊളിച്ച് തന്നെ പരിശോധന നടത്താനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഓരോ മലയാളിക്കും അഭിമാനിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അവർക്ക് പ്രതീക്ഷ നൽകുന്ന, അവരെ ചേർത്ത് പിടിക്കാൻ ഒരു ഭരണകൂടമുണ്ട് എന്ന ആത്മവിശ്വാസം നൽകുന്ന ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ദുരന്തമുഖത്തെ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഇടപെടലാണ്. ആ ജീവന്റെ സിഗ്നൽ ലഭിച്ച, ശ്വാസത്തിന്റെ സിഗ്നൽ ലഭിച്ച ഇടത്ത് ഇന്ന് തന്നെ ദൗത്യം തുടരും. ഒരു നിമിഷം പോലും പാഴാക്കില്ല. അവിടെ നിന്ന് ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് ദൗത്യ സംഘാംഗങ്ങൾ പിന്മാറി മിനിറ്റുകൾക്കുള്ളിൽ ആ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമെത്തിയിരിക്കുന്നു. അവിടുത്തെ ജീവന്റെ തുടിപ്പ് അതെന്താണ് എന്ന് കണ്ടെത്തണമെന്ന കൃത്യമായ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഒരു ഭരണകൂടത്തിന്റെ ശരിയായ വിധത്തിലുള്ള ഇടപെടൽ അവിടെ ഉണ്ടായിരിക്കുകയാണ്. ഒരു മലയാളിക്കും ഒരു സംശയത്തിനും ഇനി ഇടയില്ല. അവിടെ എന്താണ് എന്നത് അറിഞ്ഞു തന്നെ ഇന്ന് നമുക്ക് മടങ്ങാം എന്നതാണ് ലഭിക്കുന്ന സൂചന. അനീഷ് തുടരുകയാണ്. അനീഷ്,